ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സ്റ്റെപ്പ് വിത്ത് രേഷിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ഓഫ് ഡേ ആയിരുന്നു. വിൻ്റർ സീസണിലെ ഒരു ഓഫ് ഡേ ആയതുകൊണ്ട് തന്നെ നല്ല മടിയാണ് രാവിലെ എഴുന്നേൽക്കാനായിട്ട്. കാരണം നല്ല തണുപ്പായിരിക്കും പുറത്ത്. ഇന്നാണെന്നുണ്ടെങ്കിൽ സ്നോഫോളും കൂടി ഉണ്ടെന്നാണ് കേട്ടത്. പക്ഷെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഫസ്റ്റ് രാവിലെ എഴുന്നേറ്റ് എൻ്റെ ആദ്യത്തെ പണിയെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കർട്ടൻ തുറന്നിട്ട് ജനലൊക്കെ ഒന്ന് പതുക്കെ തുറന്ന് നോക്കി കേട്ടോ. എനിക്ക് അങ്ങനെ ഫ്രഷ് എയർ വന്നും പോയിരിക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് റൂമിൽ. അപ്പോഴാണ് ഞാൻ ഈ കാഴ്ച കാണുന്നത്. ഫുള്ള് വെള്ള പരവതാനി വിരിച്ച പോലെ നിറച്ച് മഞ്ഞ് വീണിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ അടുത്ത പണി എന്നിട്ടുണ്ടെങ്കിൽ ബെഡൊക്കെ അറേഞ്ച് ചെയ്തിടലാണ്. അതും എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 2 കാര്യങ്ങളും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു സുഖവും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ പതുക്കെ നമ്മുടെ ഫേസ് യോഗയിലേക്ക് കടന്നു. അത് ആസ് യൂഷ്വൽ ഞാൻ നാൽപ്പാമരാതി എണ്ണ യൂസ് ചെയ്തിട്ടാണ് ഞാൻ എപ്പോഴും ഫേസ് യോഗ ചെയ്യാറ്. ചില സമയത്തൊക്കെ ക്രീമും യൂസ് ചെയ്യാറുണ്ട്. എന്തായാലും മുഖം മോയ്സ്ചേർഡ് ആയിരിക്കണം. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ യുകെയിലത്തെ കാലാവസ്ഥ അനുസരിച്ച് ഭയങ്കര വിൻ്റർ സീസൺ ആയതുകൊണ്ട് തന്നെ മുഖമൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടിരിക്കും ഓൾ ദ ടൈം. അങ്ങനെ മുഖമൊക്കെ കഴുകി വന്നു. അടുത്തത് എനിക്ക് ജിമ്മിൽ പോകണം. അതിനു മുമ്പ് മുഖത്ത് ഞാൻ മോയ്സ്ചറൈസർ ഇടുന്നുണ്ട്. ജിമ്മിൽ പോയിട്ട് വന്നിട്ട് കുളിക്കേണ്ടതുകൊണ്ട് തന്നെ ഞാൻ ഈ പോൺസിൻ്റെ ഈ മോയ്സ്ചറൈസർ ഇട്ടിട്ടാണ് പോണത്. കാരണം എന്തായാലും കുളി കഴിഞ്ഞിട്ട് എനിക്ക് ആദ്യം ഒരു സ്കിൻ കെയർ എനിക്ക് പതിവുള്ളതാണ്. അതുകൊണ്ട് തന്നെ അപ്പം മോയ്സ്ചറൈസർ ഇട്ടിട്ട് ഞാൻ ആ പരിപാടി സ്കിൻ കെയർ തൽക്കാലത്തേക്ക് ഇത് അവസാനിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് പയ്യെ മുടിയൊക്കെ കെട്ടി ഒതുക്കി വെച്ചിട്ടൊക്കെ ആയിരിക്കും പിന്നെ ജിമ്മിലോട്ട് പോവുക. എല്ലാ ദിവസവും ഇത് നടക്കുമോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടക്കില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഡ്യൂട്ടി ഉള്ള ടൈമിലൊന്നും ഈ വക റുട്ടീൻസും കാര്യങ്ങളും അല്ലെങ്കിൽ ജിമ്മോ അല്ലെങ്കിൽ എക്സസൈസോ കാര്യങ്ങളൊന്നും നടക്കില്ല. പിന്നെ ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് സൺസ്ക്രീൻ ഇടാൻ മറന്നുപോയി. ഇത് ഡോട്ട് ആൻഡ് ഗീയുടെ സൺസ്ക്രീനാണ്. ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഓൾറെഡി ഞാൻ മുമ്പത്തെ ഒരു സ്കിൻ കെയർ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കഴിഞ്ഞു. ആ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പതുക്കെ ഞാൻ എക്സസൈസിലേക്ക് കിടക്കാനുള്ള തയ്യാറെടുപ്പാണ്. അതിന് മുമ്പ് ഞാൻ മോർണിംഗ് ഡ്രിങ്ക് ഞാൻ കുടിക്കാറുണ്ട്. ഇതിൻ്റെയും വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. -3 ആണ് കേട്ടോ ഇന്നത്തെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അത്രയും തണുപ്പാണ് പുറത്ത്. ഞാൻ ജിമ്മിൽ പോയിട്ട് വാമപ്പും കാര്യങ്ങളും ചെയ്യാറില്ല. ഇവിടുന്ന് വാമപ്പ് ചെയ്തിട്ടാണ് പോവാറ്. അവിടെ ചെന്ന് ലോക്കറിലാണ് സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കുക. എൻ്റെ ബാഗ്, ജാക്കറ്റ് കാര്യങ്ങളൊക്കെ അതിനകത്ത് എടുത്ത് വെച്ചിട്ട് ലോക്കർ ഈ ടാഗ് തന്നെ വെച്ചിട്ട് തന്നെയാണ് ലോക്ക് ചെയ്യാറ്. അങ്ങനെ ജിമ്മെത്തി. അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് അപ്പർ ബോഡി വർക്കൗട്ടായിരുന്നു ചെയ്തിരുന്നത്. അതും പെട്ടെന്ന് അവസാനിപ്പിച്ച് ഒരു കാർഡിയോയും കൂടി ചെയ്തിട്ട് ഞാൻ ഇറങ്ങി. അത്യാവശ്യം നല്ല ടയേർഡായിട്ടോ. പിന്നെ വീട്ടിൽ ചെന്ന് കുക്കിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ ചിക്കനാണ് ഞാൻ കുക്ക് ചെയ്ത്. ചിക്കനും അതുപോലെ തന്നെ വെജ് ആയിട്ട് പയറുപ്പേരിയും വെച്ചതിന് ശേഷം ഈവനിങ് തലയിൽ നല്ലപോലെ എണ്ണ തേച്ച് പിടിപ്പിച്ചിട്ട് കുളിയാവാമെന്ന് വിചാരിച്ചു. കുളിയൊക്കെ കഴിഞ്ഞു. വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചു. അങ്ങനെ ഇന്നത്തെ ഡേ എൻ്റെ അവസാനിച്ചു. അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ടേക്ക് കെയർ. ബൈ. ലവ് യു. ബൈ. സ്റ്റെപ്പ് വിത്ത് രേഷ്.